രണ്ട് കത്തോലിക്ക സഭാ സന്യാസിനികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ഒട്ടാകെ കത്തോലിക്ക സഭാ നേതൃത്വങ്ങളും പ്രത്യേകിച്ച് മറ്റ് ക്രിസ്തീയ സഭാ നേതൃത്വങ്ങളും അതുപോലെ തന്നെ ഭരണ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ഉന്നത മഹത് വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും എത്രമാത്രം ശക്തമായിട്ടാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് കേന്ദ്രത്തിൽ ആണെങ്കിൽ പോലും ഇവിടെ എംപിമാരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു, പാർലമെൻറ്റ് പോലും സ്തംഭിപ്പിക്കാനായിട്ട് ഒരുമ്പെടുന്നു. ഇത്രമാത്രം ഒരു പ്രത്യേകത എന്താണ് ഇരിക്കുന്നത്? രണ്ട് NIA കേസിൽ പ്രതികളാക്കപ്പെട്ട സ്ത്രീകളാണ് ഈ കത്തോലിക്ക സഭയിലെ രണ്ട് സ്ത്രീകൾ. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് ഇന്ത്യയെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നിരപരാധികളാണെങ്കിൽ പുറത്തേക്ക് വരേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് വെറും പൊട്ടന്മാരാണോ? ഇവരെ ന്യായീകരിക്കാൻ നടക്കുന്ന ആ വിഭാഗത്തെക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രാപ്തിയുള്ളവർ തന്നെയല്ലേ അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാമ്യത്തിന് സമീപിച്ച മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിന് വെറും പൊട്ടനായിട്ടൊന്നുമല്ല അവിടെ മജിസ്ട്രേറ്റായിട്ടിരിക്കുന്നത്. അതുപോലെ സെഷൻസ് കോടതി ജഡ്ജി പോലും കൂടെ അദ്ദേഹവും അതിനകത്ത് ജാമ്യം നൽകുന്നത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളൊരു സൂചന നൽകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനൊക്കെ ഈ കേസിനകത്ത് കാമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത് അനേകം കൊടും ക്രൂരരായ ഭീകര ക്രിമിനലുകൾ ഉൾപ്പെടുന്ന ഒരു കേസാണ് പൊതുവെ NIA കേസ് എന്ന് പറയുന്നത്. NIA കേസിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ജാമ്യം നൽകി അങ്ങനെ ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം പൊതുസമൂഹത്തിലേക്ക് നൽകി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ഇത്തരം കൊടും ക്രൂരരായിട്ടുള്ള പ്രതികളൊക്കെ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷ തന്നെ അവിടെ എത്തി നിൽക്കും. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ വിഭാഗങ്ങളൊന്നും? ഓരോരുത്തർക്കും അവരവരുടെ ആൾക്കാരെ സ്വയം ന്യായീകരിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ വളരെ പരിശുദ്ധരാണ്, പരിപാവനമാണ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണ്. അത് എല്ലാ കൊടും ക്രൂര ഭീകര ക്രിമിനലുകളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ശക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തി ആ കാര്യത്തിനകത്ത് തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന് പോലും കൂടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുകൂടി നാം കരുതേണ്ടിയിരിക്കുന്നു. ഞാൻ ഇത് കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ആലപ്പുഴയിലെ ഒരു 75 വയസ്സായ ഒരു വയോധികൻ, അദ്ദേഹം ഒരു സ്കൂളിലെ സെക്യൂരിറ്റിയാണ്, ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിക്കപ്പെട്ടുകൊണ്ട് 285 ദിവസമാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ കാമുകനായിരുന്നു അതിൻ്റെ യഥാർത്ഥ ആൾ. ഈ വയോധികനെ ജയിലിലാക്കിയതിൻ്റെ മനോവിഷമത്തിൽ ആ പെൺകുട്ടി തന്നെ കോടതിയിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് 285 ദിവസമായി, അതായത് 9.5 മാസം. ഒന്ന് ആലോചിച്ച് നോക്കണം. 75 വയസ്സായ, അതായത് ആ പെൺകുട്ടിയുടെ മുതുമുത്തച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ ഒരു ക്രൂര ഇരയാക്കപ്പെടേണ്ടി വന്നത്. എന്തായാലും പെൺകുട്ടിക്ക് തന്നെ ഒരു മനസാക്ഷിക്കുത്ത് തോന്നി, കോടതിയിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്ത് ഇറക്കി വിട്ടു. സംഭവം ശരിയാണ്. നമുക്ക് അവിടെ അന്വേഷണ ഏജൻസിന് 1% കുറ്റം പറയാൻ പറ്റുമോ? കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഇത്തരം ഒരു ദുരുപയോഗപ്പെട്ടതിൻ്റെ പേരിൽ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ല പറയപ്പെടുന്നത്, അവരെ അറസ്റ്റ് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുക, കോടതി റിമാൻഡ് ചെയ്യുക, ട്രയലുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഏക പോംവഴി. ആ കാര്യങ്ങളാണ് നടന്നത്. അതിനകത്ത് ആരെയും കുറ്റം പറയാനില്ല. പെൺകുട്ടിയെ പോലും ഒരു പരിധി തൊട്ട് കുറ്റം പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കാമുകൻ്റെ നിർദ്ദേശപ്രകാരമാണ്, കാമുകനകത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വയോധികനെ പ്രതിയാക്കി ആ കേസ് എടുക്കേണ്ടി വന്നതും അതിനകത്ത് ഇരയാക്കപ്പെടേണ്ടി വന്നതും. പക്ഷേ ആ 285 ദിവസം കിടന്ന ആ വയോധികൻ അയാളൊരു ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അതല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യന് ന്യായമായൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ അത്രയും കാരാഗ്രഹത്തിൽ കടന്നതിൻ്റെ പരിഹാരമായിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ട് പ്രതികരിക്കുവാനോ ഏതെങ്കിലും കത്തോലിക്ക സഭാ നേതൃത്വങ്ങളോ ക്രിസ്തീയ സഭാ നേതൃത്വങ്ങളോ ഇവിടുത്തെ ജനപ്രതിനിധികളോ മന്ത്രിമാരോ പ്രതിപക്ഷ നേതാക്കളോ അതുമല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയുടെ MP ആണ് KC വേണുഗോപാൽ, അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഒരു അര വാക്കെങ്കിലും ആ മനുഷ്യന് വേണ്ടിയിട്ട് ശബ്ദിച്ചോ? ഇവിടെ രണ്ട് NIA കേസിൽ പ്രതികളാക്കപ്പെട്ട കത്തോലിക്ക സഭയിലെ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാ തോരാതെ മത്സരിച്ച് കടന്നുകൊണ്ടാണ് എല്ലാ ഉന്നത നേതാക്കളും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ നേതാക്കളും കടന്നുകൊണ്ട് മത്സരിച്ച് കടന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇടപെടാനും ഒക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നു. ഈ
പാവം മനുഷ്യന് വേണ്ടിയിട്ട് ഒരു വാക്ക് ശബ്ദിച്ച് ഇന്ന് വരെയും ഒരു സോഷ്യൽ മീഡിയയിലും ആരുടെയും കേട്ടിട്ടില്ല, ഒരു പഞ്ചായത്ത് മെമ്പറുടെ പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നീതിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്? നീതിക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ യഥാർത്ഥ നീതിമാന് വേണ്ടിയിട്ട് ഒരു കമാന്നൊരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത നിങ്ങളാണ് സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെ സംശയത്തിൻ്റെ നിഴലിലെങ്കിലും നിൽക്കുന്ന രണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ഘോരഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വൈരുദ്ധ്യമാണ്, ഇത് ഇരട്ടത്താപ്പാണ്, ഇത് അനീതിയാണ് എന്ന് തുറന്നു പറയുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.